ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളെയാണ്. ഇയാളുടെ പേര് ഫ്ലൂഗർ. അയാളിപ്പോൾ രാത്രി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നിലത്തായിട്ട് എന്തോ ഒരു ആചാരക്രിയൊക്കെ നടത്തിയ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ കുറെ എല്ലുകളും തലയോട്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളും കാണാം. ഇയാൾ നല്ല അടിച്ച് ഫിറ്റാണ്. പുള്ളി അങ്ങോട്ട് ചെന്നിട്ട് അവിടെ കുഴിക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു തലയോട്ടി എടുത്ത് ആ കുഴിയിലേക്ക് വെച്ചു. അങ്ങനെ അത് വെച്ച് കഴിഞ്ഞതും പെട്ടെന്നൊരു പൊട്ടിത്തെറി നടക്കുകയാണ്. അതിൽപ്പെട്ട് അയാൾ പുറകിലേക്ക് തെറിച്ചുപോയി. അങ്ങനെ ഒരു പൊട്ടിത്തെറി അയാൾ തീരെ പ്രതീക്ഷിച്ചല്ല. പിന്നീട് അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കുഴിയിൽ നിന്നും ചെറിയൊരു പ്രകാശം വരാൻ തുടങ്ങി. അതെ, അയാൾക്ക് അവിടെ നിന്നൊരു സൂപ്പർ പവർ കിട്ടിയിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ വേഗം അയാളുടെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായി. ഇനി കാണിക്കുന്നത് നമ്മുടെ ഹീറോ. ഇവന്റെ പേര് കെല്ലി. ഇവനൊരു ഇൻട്രോവേർട്ടാണ്. ആരോടധികം സംസാരിക്കാറില്ല. മാത്രമല്ല ഇവന് ഫ്രണ്ട്സും ഇല്ല. ഇതിന്റെ ഒക്കെ കാരണം ഇവന്റെ ഒരു അസുഖമാണ്. ഈ അസുഖത്തിന്റെ പേര് പൈക്ക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ കഴിക്കുന്ന ഒരു സാധനവും ഇവന് വേണ്ട. അതായത് ചോറ്, ഇറച്ചി, മീന് അങ്ങനെയുള്ള ഒരു സാധനവും അവൻ കഴിക്കത്തില്ല. പകരം അവൻ കഴിക്കുന്നതോ പേപ്പർ കഷ്ണങ്ങൾ, കാർഡ്ബോർഡ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവന്റെ ബോഡി വീക്കായിരിക്കും. തളർന്ന രീതിയിലാണ് ഇവൻ എപ്പോഴും നടക്കാറുള്ളത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇവന്റെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ആരും ഇവനോട് കൂട്ടുവിടാൻ പോകാത്തത്. മാത്രമല്ല തരം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും ഇവനെ കളിയാക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് ഇവൻ നടക്കുന്നത്. ഇപ്പോൾ ഇവനൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സൂപ്പർ മാർക്കറ്റിലുള്ളത് ഒരു ലേഡിയാണ്. ഇവർക്കും ഇവനെക്കുറിച്ച് അറിയാം. അങ്ങനെ കെല്ലി കടയിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് നൂഡിൽസിന്റെ ഒരു ഡബ്ബ എടുത്തു. എന്നിട്ട് ആ ലേഡിക്ക് പൈസ കൊടുത്തതിന് ശേഷം അവൻ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയത്താണ് അവന്റെ സ്കൂളിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ അങ്ങോട്ട് വരുന്നത്. ഈ കറുത്ത ഡ്രസ് ഇട്ടവളുടെ പേര് ഡൊമിനിക്, മറ്റവളുടെ പേര് സാറ. ഈ ഡൊമിനിക്കിന് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തിരിച്ചു. പക്ഷെ ഇവർ തമ്മിൽ അത് പരസ്പരം പറഞ്ഞിട്ടില്ല. എന്നാൽ സാറയ്ക്ക് ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെയാണ് ഇവരോട് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ കെല്ലി അവളുടെ അടുത്തൊരു ഹായ് പറഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം സാറ ഡൊമിനിക്കിന്റെ അടുത്ത് ചോദിക്കുന്നത്, നമ്മുടെ സ്കൂളിൽ എല്ലാവർക്കും ഇവന് തീരെ ഇഷ്ടമല്ലല്ലോ, പിന്നെ നിനക്ക് മാത്രം എന്താ ഇവനോട് താല്പര്യം? അതേക്കുന്ന ഡൊമിനിക്ക് പറയുന്നത്, 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടേക്ക് താമസം മാറിയപ്പം ഇവൻ മാത്രമേ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ മിണ്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് അവനോട് താല്പര്യം എന്നാണ് അവൾ പറയുന്നത്. ഇതേ സമയം തന്നെ വെളിയിലേക്ക് ഇറങ്ങിയ കെല്ലിയാണെങ്കിൽ അവനിപ്പോൾ മേടിച്ച നൂഡിൽസ് പാക്കറ്റ് ഉണ്ടല്ലോ, അതിന്റെ ടോപ്പ് തുറന്നിട്ട് ആ പേപ്പറൊക്കെ തിന്നാൻ തുടങ്ങി. ഈ സമയത്താണ് അവന്റെ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് ബുള്ളി പയ്യന്മാരങ്ങോട്ട് വരുന്നത്. ഇവൻ ഏത് സമയം കളിയാക്കുന്ന ഉപദ്രവിക്കുന്നതാണ് ഈ പയ്യന്മാരുടെ ഹോബി. വന്ന ഉടനെ തന്നെ അമ്മ ആ പരിപാടി തുടങ്ങുകയും ചെയ്തു. ഇവരിവനെ വിളിക്കുന്നത് ട്രാഷ് ബോയ് എന്നാണ്, വേസ്റ്റ് പയ്യൻ. അങ്ങനെ അവരവനിങ്ങനെ കളിയാക്കുന്ന കാണുമ്പോൾ അതും കേട്ടോണ്ട് ഡൊമിനിക് അങ്ങോട്ട് വന്നു. അവളിപ്പം അവന്മാരുടെ അടുത്ത് ചൂടാവാണ്. അത് കാണുമ്പോൾ അവന്മാരിപ്പോൾ ഡൊമിനിക്കിന് നേരെ തിരിഞ്ഞു. പക്ഷെ അത് കെല്ലിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെക്കുറിച്ച് അവൻ ചോദ്യം ചെയ്യുമ്പോൾ അവന്മാരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് കെല്ലിയെ പൊക്കിയെടുത്തിട്ട് അവിടുത്തെ വേസ്റ്റ് ബിന്നിന്റെ അകത്തേക്ക് ഇടാണ്. അവനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് ബഹളം കേട്ട് ആ കടക്കാരി അങ്ങോട്ട് വരുന്നത്. അവൾ വന്ന ഉടനെ തന്നെ എല്ലാവരും അവിടെ നിന്ന് ഓടിച്ചു. ഈ സമയം ഡൊമിനിക്ക് ചെന്നിട്ട് കെല്ലി അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡ്രസ്സൊക്കെ മാറി കെല്ലി സ്കൂളിലേക്ക് എത്തി. ഇപ്പോഴും അവന്റെ കയ്യിൽ ആ നൂഡിൽസിന്റെ ഡബ്ബ ഇരിക്കുന്നുണ്ട്. അവൻ അത് കഴിച്ചതിന് ശേഷമാണ് സ്കൂളിലേക്ക് കയറുന്നത്. സ്കൂളിലേക്ക് കയറിയപ്പോൾ തന്നെ ക്ലാസ് തുടങ്ങാത്തതുകൊണ്ട് കുറെ പിള്ളേരൊക്കെ അവിടെ അങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവനിപ്പം അവന്റെ ഷെൽഫിന്റെ അടുത്തേക്ക് എത്തി. ഷെൽഫിൽ എഴുതി വെച്ചിരിക്കുന്നത് ട്രാഷ് ബോയ് എന്നാണ്. ഇത് മറ്റേ പിള്ളേരുടെ പണിയാണ്. അങ്ങനെ അവൻ അവന്റെ ഷെൽഫ് തുറന്നു. ആ ഷെൽഫിനകത്തുള്ളത് നൂഡിൽസിന്റെ ഡബ്ബ ഇരിക്കുന്നുണ്ട്, പിന്നെ കുറെ പെൻസിലുകളുണ്ട്. ഇതൊക്കെ ഇവന് വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ വിശപ്പ് മാറാത്തോണ്ട് അവൻ അതിൽ നിന്നൊരു പെൻസിൽ എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇതെല്ലാം കാണുമ്പോൾ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. ആ കളിയാക്കാൻ കാരണം നേരത്തെ ആ ബുള്ളീസ് അവനെ പിടിച്ച് ആ വേസ്റ്റ് ബിന്നിന്റെ അകത്തേക്ക് ഇട്ടില്ലേ, അത് അവന്മാര് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ എല്ലാവരും കണ്ടു. പക്ഷെ ഇത് സ്ഥിരം നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് അവൻ വലിയ കാര്യമാക്കുന്നൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ ദിവസം എന്താ അവന് ക്ലാസ്സിൽ പോകാൻ തോന്നുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൻ വേഗം തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ അവൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ അമ്മ കാറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്, വീട്ടു സാധനങ്ങൾ. ഇവനാകെയുള്ളത് ഇവന്റെ അമ്മയാണ്. ഇവരുടെ പേര് ബെർണീസ്. അവനിപ്പോൾ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ അമ്മ പറയുന്നത് ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഒന്ന് സഹായിച്ചതെന്നാണ്. എന്നിട്ട് അവർ വീട്ടിനകത്തേക്ക് പോയി. ഈ സമയം കാറിന്റെ ടിക്കിൽ നിന്നും അവനും കുറച്ച് സാധനങ്ങൾ എടുത്തു. ഇപ്പോഴും അവന്റെ വിശപ്പ് മാറിയിട്ടില്ല. ആ സാധനങ്ങളിൽ നോക്കുമ്പോൾ ബില്ല് അതിലിരിക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അത് എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ സമയം വൈകുന്നേരമായി. ഡൊമിനിക് ഇപ്പം അവളുടെ വീട്ടിലേക്ക് എത്തി. ഈ സമയം അവളുടെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്, അവളുടെ ഒരു ചെറിയ അനിയത്തിയും. അങ്ങനെ വന്ന ഉടനെ തന്നെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് അവൾക്കൊരു മെസ്സേജ് വരുന്നത്. അവിടെ നോക്കുമ്പോൾ അത് നെൽസൺ എന്ന് പറഞ്ഞൊരു പയ്യനാണ്. നേരത്തെ കെല്ലി ഉപദ്രവിച്ച കുറച്ച് പിള്ളേരില്ലേ, ആ കൂട്ടത്തിലുള്ളതാണ് ഈ നെൽസൺ. പക്ഷെ അവൾ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അത് കാരണം അവളുടെ അമ്മ ചോദിക്കുന്നത്, അതെന്താ നീ നെൽസന് റിപ്ലൈ ഒന്നും കൊടുക്കാത്തത്? കഴിഞ്ഞ ആഴ്ച അവനോട് നിനക്ക് ഭയങ്കര താല്പര്യമായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? അമ്മയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവള് പറയുന്നത്, എന്റെ ഫ്രണ്ട് കെല്ലി എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ, ഇന്ന് നെൽസനും അവന്റെ ഫ്രണ്ട്സും കൂടെ ഒരു കാര്യമില്ലാതെ അവൻ ഉപദ്രവിച്ചു. അതുകൊണ്ട് എനിക്കിപ്പോൾ അവരെ തീരെ ഇഷ്ടമല്ല എന്നാണ് ഡൊമിനിക്ക് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവളുടെ അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതമായി. കെല്ലിയോ, ആ പേപ്പറും പെൻസിലും തിന്നുന്ന പയ്യൻ, അവനെ ആരും ഉപദ്രവിച്ചാലും നിനക്കെന്താണ് പ്രശ്നം എന്നാണ് അവളുടെ അമ്മ ചോദിക്കുന്നത്. അമ്മയുടെ ആ ചോദ്യം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ഡൊമിനിക്കിന്റെ റൂമിലേക്ക് ചെന്നതിന് ശേഷം അവൾ ഒരു ആൽബം എടുത്തു. അതിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഇവളുടെയും കെല്ലിയുടെയും ചെറുപ്പത്തിലുള്ളൊരു ഫോട്ടോ. അവൾ ഇങ്ങനെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്.
അതിലേക്ക് നോക്കുമ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നുണ്ട്. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ. ഇയാളുടെ പേര് റെഡ് ഹൾക്ക്. നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ കുഴിയുണ്ടല്ലോ, ആ തലയോട്ടിയൊക്കെ ഇരിക്കുന്ന അയാൾ ഇപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടെ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അയാൾ കുറച്ച് ചാരെടുത്ത് മുഖത്ത് തേച്ചു. അതിനുശേഷം കയ്യിലിരിക്കുന്ന ബാക്കി ചാര ഊതിക്കളയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. കെല്ലി ഇപ്പോൾ വളരെ ക്ഷീണിച്ച അവശനായിട്ട് അവന് വീട്ടിൽ കിടക്കുകയാണ്. അതുകൊണ്ട് അവന്റെ അമ്മ അവരുടെ ഡോക്ടറെ വിളിപ്പിച്ചു. ഡോക്ടർ ഇപ്പോൾ അവനെ ചെക്ക് ചെയ്തതിനു ശേഷം പറയുന്നത് ഇവന്റെ ശരീരത്തിൽ ന്യൂട്രീഷൻ തീരെ കുറവാണ്. കാരണം ഇവൻ കഴിക്കുന്നത് പേപ്പറുകളും മറ്റുമാണല്ലോ. അതുകൊണ്ടാണ് ഇവന്റെ ശരീരം ഇങ്ങനെ തളർന്നിരിക്കുന്നത്. ഈ പൈക്ക എന്ന് പറയുന്ന അസുഖം ചില കുട്ടികളൊക്കെ കാണാറുള്ളതാണ്. പക്ഷെ അവർ വളർന്നു വലുതാവുമ്പോൾ അത് പോവാറുണ്ട്. പക്ഷെ ഇവന്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടില്ല. മാത്രമല്ല ഡോക്ടർ ഇപ്പൊ ബെർണീസിന്റെ അടുത്ത് രഹസ്യമായിട്ട് പറയുന്നത് ന്യൂട്രീഷൻ മാത്രമല്ല ഇവന്റെ പ്രശ്നം, ഇവന് മാനസികമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇവന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇവന്റെ മനസ്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നം തീർക്കാൻ നീ മറ്റാരെങ്കിലും കാണുന്നതായിരിക്കും നല്ലത് എന്നാണ് ഡോക്ടർ ഇപ്പൊ ബെർണീസിന്റെ അടുത്ത് പറയുന്നത്. അത്രയും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവുകയും ചെയ്തു. ഇതെല്ലാം കൂടെ ആകുമ്പോൾ അവർക്ക് വല്ലാത്തൊരു വിഷമാണ് വരുന്നത്. ഇനി കാണിക്കുന്നത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഫ്ലോഗർ ഉണ്ടല്ലോ, അയാളെയാണ്. അയാളിപ്പോൾ ഒരു കടയുടെ മുമ്പിൽ കുറച്ച് ആൾക്കാരെ വിളിച്ചുകൂട്ടി. എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്താണ്. അതായത് ദൈവം അയാൾക്ക് ഒരു ശക്തി കൊടുത്തിട്ടുണ്ട്. ആ ശക്തി വെച്ച് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് മാറ്റാൻ പറ്റുമെന്നാണ്. അയാൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരത്തേക്ക് നടക്കാൻ വയ്യ, വാക്കർ ഉപയോഗിച്ചിട്ടാണ് അവർ നടക്കുന്നത്. അവിടെ ചെന്നിട്ട് കാര്യം പറഞ്ഞു. അവളുടെ കാലിനും നടുവിനും പ്രശ്നമുണ്ടെന്ന്. അതേക്കുന്ന ഫ്ലോഗർ പറയുന്നത് ഞാൻ സിമ്പിളായിട്ട് അത് മാറ്റിത്തരാം, പക്ഷെ അതിന് നിങ്ങൾ കുറച്ച് പൈസ തരേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു കുപ്പി കാണിച്ചു കൊടുത്തു. അതിനെ തുടർന്ന് ആ ലേഡി കുറച്ച് പൈസ എടുത്ത് ആ കുപ്പിയിലേക്ക് ഇട്ടു. അങ്ങനെ പൈസ കിട്ടിക്കഴിയുമ്പോൾ അയാളിപ്പം ആ ലേഡിയുടെ കാലിലൊന്ന് കൈവയ്ക്കുകയാണ്. അതോടുകൂടെ അവളുടെ കാലിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി. ഇതൊക്കെ കണ്ട് അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും കൈയടിക്കുകയാണ്. ഇതേ സമയം തന്നെ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കെല്ലിയുടെ അമ്മയായ ബെർണീസ് അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ട ആ റെഡ് ഹൾക്ക് ഉണ്ടല്ലോ, അയാളും അവിടെ നിൽക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട്. അങ്ങനെ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ അവിടുന്ന് പോയി കഴിയുമ്പോൾ ബെർണീസ് വന്ന് കെല്ലിയുടെ കാര്യം അയാളുടെ അടുത്ത് പറയാണ്. അയാളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ബെർണീസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ റെഡ് ഹൾക്ക് അയാളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അയാൾ പറയുന്നത് നിങ്ങളുടെ ഈ ഹീലിംഗ് പവർ ഉണ്ടല്ലോ, ഈ സൂപ്പർ പവർ, നിനക്കിത് കിട്ടിയിരിക്കുന്നത് ആ കുഴിയിൽ നിന്നല്ലേ? റെഡിന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതെനിക്ക് ദൈവം തന്ന ശക്തിയാണ് എന്നാണ് ഫ്ലോഗർ പറയുന്നത്. എന്നാൽ അത് കേട്ടതും റെഡ് ഹൾക്ക് അയാളുടെ മോന്തയ്ക്കിട്ടൊരു അടി കൊടുക്കുകയാണ്. അത് ദേഷ്യം കൊണ്ട് അടിച്ചതല്ല, അയാളുടെ ശക്തി ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താണ്. റെഡ് ഹൾക്ക് ഇപ്പോൾ അയാളുടെ മോന്തയ്ക്കിട്ട് അടിക്കുമ്പോൾ ആ അടി കൊള്ളുന്നത് റെഡ് ഹൾക്കിന് തന്നെയാണ്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിനു ശേഷം റെഡ് ഹൾക്ക് പറയുന്നത് ഇതാണ് നിങ്ങളുടെ ഗിഫ്റ്റ്. നിങ്ങൾക്ക് കിട്ടിയ പവർ ഉണ്ടല്ലോ, അതിപ്പോ നിങ്ങളുടെ ശരീരത്തിലുള്ളത് കൊണ്ട് അതിന്റെ ഹോസ്റ്റിന് ആർക്കും ഉപദ്രവിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അതിന്റെ പെയിൻ ഉപദ്രവിച്ച ആൾക്ക് തന്നെയായിരിക്കും. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ശക്തി. അത് വളരെ പ്യുവറാണ്. നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ശക്തി തന്നെ നിങ്ങൾക്ക് പണി തരും. നിങ്ങൾ പോയ ആ കുഴിയുണ്ടല്ലോ, 100 വർഷമായിട്ട് അത് അവിടെ ഉണ്ട്. ഞാനും എൻ്റെ ഫാമിലിയും പരമ്പരകളായിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ശക്തിയാണ് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ ഒരിക്കലും അത് നിങ്ങളുടെ ശക്തിയല്ല. അതുകൊണ്ട് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ആ ശക്തി ഇങ്ങോട്ട് തിരിച്ചു തരാൻ നോക്ക്. എന്നാൽ റെഡ് ഹൾക്ക് അങ്ങനെ പറഞ്ഞിട്ടും അയാൾ അതൊന്നും കേൾക്കുന്നില്ല. ഇതെന്റെ ശക്തിയാണ്, ഇത് ഞാൻ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്നും പറഞ്ഞിട്ട് റെഡിനെ കുറെ തെറിയും പറഞ്ഞ് ഫ്ലോഗർ അവിടുന്ന് പോവാണ്. അത് കാണുന്ന റെഡ് ഹൾക്കിനാണെങ്കിൽ ശരിക്കും ദേഷ്യവും നിരാശയും വന്നു. അങ്ങനെ ഫ്ലോഗർ നേരെ പോകുന്നത് കെല്ലിയുടെ വീട്ടിലേക്കാണ്. ഈ സമയം വീടിന്റെ പുറത്തായിട്ട് ബെർണീസ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലോഗർ വന്നുടനെ തന്നെ കാര്യം പറഞ്ഞു. ആദ്യം എനിക്ക് പൈസ താ, അതിനുശേഷം മാത്രമേ ഞാൻ നിങ്ങളുടെ മകനെ കാണൂ. ബെർണീസ് ആണെങ്കിൽ അപ്പം തന്നെയൊക്കെ പൈസ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഫ്ലോഗർ ഇപ്പൊ കെല്ലിയുടെ അടുത്തേക്ക് എത്തി. ഇനിയിപ്പോൾ അവന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണമല്ലോ. അതിനുവേണ്ടി അയാൾ ഇപ്പോൾ അവനും തൊട്ടു. എന്നാൽ തൊട്ട് കഴിഞ്ഞപ്പം ഇതിനു മുമ്പ് അനുഭവിക്കാത്ത കാര്യങ്ങളാണ് ഫ്ലോഗർ ഇപ്പം അനുഭവിക്കുന്നത്. അയാൾക്ക് തീരെ വയ്യാണ്ടായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അയാൾ അവിടുന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അയാൾ ബാത്റൂമിലേക്ക് പോയി. അങ്ങനെ ബാത്റൂമിൽ ചെന്നതിന് ശേഷം അയാൾ കുറച്ച് ഗുളിക എടുത്ത് കഴിച്ചു. എന്നിട്ട് ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് തിരിച്ച് കെല്ലിയുടെ അടുത്തേക്ക് എത്തി. അതിനുശേഷം വീണ്ടും അവന്റെ നെഞ്ചിൽ കൈവയ്ക്കാണ്. എന്നാൽ ഇത്തവണ കൈവച്ച് കഴിയുമ്പോൾ കെല്ലിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. മാത്രമല്ല ഫ്ലോഗർ ആണെങ്കിൽ വല്ലാതെ ചുമക്കുകയാണ്. ആ ചുമക്കുന്നതിനിടയിൽ അയാളുടെ ചുണ്ടിൽ നിന്ന് ആ സിഗരറ്റ് കെല്ലിയുടെ നെഞ്ചിലേക്ക് വീണു. അത് അവന്റെ നെഞ്ചിൽ പൊള്ളി അവിടെ ഒരു പാടുണ്ടാവുകയും ചെയ്തു. ഇപ്പൊ സിഗരറ്റ് അങ്ങോട്ട് വീണത് കാണുമ്പോൾ ബെർണീസ് വേഗം തന്നെ സിഗരറ്റ് എടുത്ത് മാറ്റി. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഫ്ലോഗറിനാണെങ്കിൽ തീരെ വയ്യാണ്ടായി. അയാളിപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റു. വല്ലാത്തൊരു പെയിനാണ് അയാൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ അയാളുടെ ഡ്രസ്സിൽ മൂത്രം വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ആ പെയിൻ വല്ലാണ്ട് കൂടിയപ്പോൾ അയാളിപ്പോൾ താഴേക്ക് വീണു. അതിനെ തുടർന്ന് അയാൾ മരിക്കുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് അതുവരെ തളർന്നു കിടന്ന കെല്ലി ചാടി എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ ഉടനെ തന്നെ അവൻ പറയുന്നത് എനിക്ക് വിശക്കുന്നുണ്ടെന്നാണ്. ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ അമ്മയ്ക്കും അത്ഭുതമായി. അങ്ങനെ സമയം രാത്രി ബെർണീസ് വിളിച്ചതിനെ തുറന്ന് പോലീസുകാരൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് അവരിപ്പം ഫ്ലോഗറിന്റെ ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാണ്. ഈ ഫ്ലോഗർ ഒരു ഉടായ്പുകാരനാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അയാളെക്കുറിച്ച് കൂടുതലൊന്നും അവർ ചോദ്യം ചെയ്യുന്നില്ല. ഈ സമയം മെയിൻ പോലീസുകാരൻ വന്നിട്ട് കെല്ലിയുടെ അടുത്ത് ചോദിക്കുന്നത് നിന്റെ ദേഹത്ത് അയാൾ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് കാണിച്ചു തരാമോ എന്നാണ്. എന്നാൽ കെല്ലി ബനിയും പൊക്കി നോക്കുമ്പോൾ സിഗരറ്റ് വെച്ച് പൊള്ളിയ പാടം അവിടെ ഉണ്ടായിരുന്നില്ല. അത് കാണുമ്പോൾ അവനും അവന്റെ അമ്മയ്ക്ക് ശരിക്കും അത്ഭുതമായി.
ഈ സമയം പോലീസുകാരൻ പറയുന്നത് അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലേ എന്നാൽ ശരിയെന്നും പറഞ്ഞിട്ട് അയാളും കൂട്ടരോടൊന്ന് പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി കെല്ലി ഇപ്പോൾ അവന്റെ സൈക്കിൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവന്റെ കൈയൊന്ന് മുറിയുന്നത്. എന്നാൽ മുറിഞ്ഞ അടുത്ത സെക്കൻഡിൽ ആ മുറിവെല്ലാം കൂടി ചേരുകയും ചെയ്തു. അത് കാണുമ്പോൾ അവന് ഭയങ്കര അത്ഭുതമായി. എന്താണ് തനിക്ക് സംഭവിക്കുന്നത്? ഈ സമയത്താണ് അവന്റെ അമ്മ അങ്ങോട്ട് വരുന്നത്. അമ്മയെ കാണുമ്പോൾ അവന്റെ കയ്യിൽ ആ മുറിവ് മാഞ്ഞു പോയ കാര്യം അവൻ അവന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. എന്നാൽ അവരത് വിശ്വസിക്കുന്നില്ല. ഈ സമയം അവന്റെ അമ്മയുടെ കയ്യിൽ ഒരു സോഡ ക്യാൻ ഉണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞിട്ട് അവൻ ആ ക്യാൻ മേടിച്ച് അതിൽ സോഡ മൊത്തം കുടിക്കുകയാണ്. അത് കാണുമ്പോൾ ബെർണീസിന് അത്ഭുതമായി. സാധാരണ അവൻ ക്യാൻ മേടിച്ചു കഴിഞ്ഞാൽ ക്യാനാണ് തിന്നാറുള്ളത്. ഇപ്പൊ അതിൽ സോഡ അവൻ കുടിച്ചു. ആ കാര്യം അമ്മ പറയുമ്പോഴാണ് അവനും ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഫ്ലോഗർ തന്റെ അടുത്തേക്ക് വന്നതിന് ശേഷം തനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന കാര്യം അവന് മനസ്സിലായി. അതോടെ വളരെ സന്തോഷത്തോടെയാണ് അവൻ അവന്റെ സ്കൂളിലേക്ക് പോകുന്നത്. എന്നാൽ പോകുന്ന വഴിക്ക് അവന്റെ സൈക്കിളിൽ പിന്നെയും പണി കിട്ടി. അതിന് ചങ്ങല പൊട്ടി. അതുകൊണ്ട് അവൻ അവിടെ സൈഡിലേക്ക് സൈക്കിൾ നിർത്തി. ഈ സമയത്താണ് ഡൊമിനിക്കും സാറയും വരുന്നത്. അവനെ കാണുമ്പോൾ ഡൊമിനിക്ക് ചോദിക്കുന്നത്, 2 ദിവസം മുമ്പ് വരെ നിന്നെ കണ്ടപ്പോൾ നീ മെലിഞ്ഞ് ഉണങ്ങിയാണല്ലോ ഇരുന്നിരുന്നത്. ഇപ്പൊ നിനക്ക് എന്തു പറ്റി? നിന്റെ ശരീരമൊക്കെ ഒന്ന് കൊഴുത്തല്ലോ. മാത്രമല്ല നിന്റെ വീട്ടിൽ നടന്നൊരു മരണത്തെക്കുറിച്ച് ഞാൻ കേട്ടല്ലോ. അതെന്താണ് സംഭവം? അതെല്ലാം കേൾക്കുമ്പോൾ അവൻ പറയുന്നത്, അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയത്തില്ല എന്നാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം ഡൊമിനിക്കും സാറേ അവിടെ നിന്ന് പോയി. ഈ സമയത്താണ് റീഡ് എന്ന് പറഞ്ഞൊരു പയ്യൻ അങ്ങോട്ട് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ നെൽസൺ ഉണ്ടല്ലോ, അവന്റെ ബ്രദറാണ് ഈ റീഡ്. ഇപ്പൊ കെല്ലിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് റീഡ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇത്തവണ കെല്ലി പേടിക്കുന്നില്ല. നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് കെല്ലി പറയുന്നത്. അത് കേൾക്കുമ്പോൾ റീഡിന്റെ ദേഷ്യം കൂടി. അവൻ കെല്ലിയുടെ വയറ്റത്തിട്ട് ഒരൊറ്റ ഇടി കൊടുക്കുകയാണ്. എന്നാൽ റീഡ് ആ ഇടി ഇടിച്ചപ്പം അതിന്റെ വേദന അനുഭവിക്കുന്നത് അവൻ തന്നെയാണ്. അത് കാണുമ്പോൾ റീഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കെല്ലിയുടെ മൂന്തക്കെട്ട് ഒരു ഇടി കൂടെ കൊടുത്തു. എന്നാൽ ആ ഇടി കൊള്ളുന്നതും അവന്റെ മൂന്തക്കെട്ട് തന്നെയാണ്. മാത്രമല്ല റീഡിന്റെ മുഖത്തിന് ചോരയൊക്കെ വരാൻ തുടങ്ങി. ഇതെല്ലാം കാണുമ്പോൾ അവന് ശരിക്കും പേടിയായി. നീ ഒരു മോൺസ്റ്റർ ആണെന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ഓടിപ്പോയി. ഇതൊക്കെ കണ്ട് കെല്ലിയാണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ സമയം രാത്രി. കെല്ലി ഇപ്പോൾ വീട്ടിലേക്ക് എത്തി. അവന്റെ അമ്മ ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് കെല്ലി അവന്റെ അമ്മയുടെ അടുത്തൊരു കാര്യം പറയുന്നത്. അതായത് അവനൊരു പിസ്സ ഷോപ്പിൽ ജോലിക്ക് പോവാണെന്ന്. അത് കേൾക്കുമ്പോൾ അവന്റെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. എന്നാൽ ഈ സമയത്താണ് വാതിൽ ആരും മുട്ടുന്നത്. അവർ വാതിൽ തുറന്ന് നോക്കുമ്പോൾ അത് റീഡിന്റെ അച്ഛനാണ്. കുറച്ച് അപ്പുറത്തായിട്ട് റീഡും നെൽസനും ഉണ്ട്. ഇപ്പൊ അച്ഛൻ വന്നിട്ട് ബെർണീസിന്റെ അടുത്ത് ചോദിക്കുന്നത്, എന്തിനാണ് കെല്ലി എന്റെ മകനെ ഉപദ്രവിച്ചതെന്നാണ്. അയാൾ ആ ചോദ്യം കേൾക്കുമ്പോൾ ബെർണീസ് ഉടനെ തന്നെ കെല്ലിയെ വിളിച്ചു. എന്നിട്ട് റീഡിന്റെ അച്ഛൻ പറഞ്ഞ കാര്യം പറഞ്ഞു. അതേക്കുമ്പോൾ ഞാൻ അവനൊന്നും ചെയ്തിട്ടില്ല, അവൻ സ്വയം അവനെ തന്നെ ഉപദ്രവിച്ചതാണ് എന്നാണ് കെല്ലി പറയുന്നത്. അവൻ ആ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ബെർണീസ് ഇപ്പോൾ റീഡിന്റെ അച്ഛനോട് പറയുന്നത്, അവൻ പറഞ്ഞത് കേട്ടില്ല നിങ്ങളുടെ മകൻ എന്റെ മകൻ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്കുന്നു പറഞ്ഞിട്ട് ബെർണീസ് ഉടനെ തന്നെ വാതിലടച്ചു. അങ്ങനെ വാതിലടച്ചതിന് ശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യം ബെർണീസ് കെല്ലിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ സംഭവങ്ങൾ വിവരിച്ചു കഴിഞ്ഞാൽ അവൻ അമ്മ അത് വിശ്വസിക്കത്തില്ല എന്ന കാര്യം അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത്, നിങ്ങൾ എന്റെ മുഖത്തൊന്ന് അടിച്ചു നോക്കുന്നതാണ്. എന്നാൽ ബെർണീസ് അത് സമ്മതിക്കുന്നില്ല. നീ എന്റെ മകനല്ലേ, ഇതുവരെയായിട്ട് ഞാൻ നിന്നെ അടിച്ചിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അടിക്കാനൊന്നും പറ്റത്തില്ല എന്നാണ് ബെർണീസ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അടിക്കണ്ട, എന്നെ നിങ്ങളൊന്ന് നുള്ളി നോക്കിക്കേ. ആ കാര്യം പറഞ്ഞപ്പോൾ ബെർണീസ് അവനെ നുള്ളി നോക്കി. എന്നാൽ നുള്ളി കഴിഞ്ഞപ്പോൾ ആ വേദന അനുഭവിക്കുന്നത് അവർ തന്നെയാണ്. അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പൊ തന്റെ മകൻ എന്തോ ഒരു പവർ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ പിന്നീട് കെല്ലി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവൻ അവന്റെ അമ്മയുടെ അടുത്ത് പറയാണ്. അതിൽ പട്ടാളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ അവർ പറയുന്നത്, നിനക്കെന്തോ പവർ ഉണ്ട് എന്നുള്ള കാര്യം കറക്റ്റാണ്, പക്ഷെ അതുകൊണ്ട് ഒരു ബുള്ളറ്റ് തടഞ്ഞു നിർത്താനോ തീയിൽ നിന്ന് രക്ഷപ്പെടാനോ അങ്ങനെയൊന്നും നിനക്ക് പറ്റിയെന്ന് വരത്തില്ല, അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നീ എന്നാണ് അമ്മ പറയുന്നത്. അതേക്കുന്ന കെല്ലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റർ എടുത്തിട്ട് അവന്റെ കയ്യിൽ ഇങ്ങനെ കത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അവന്റെ ശരീരത്തിൽ അത് ഏൽക്കുന്ന പോലുമില്ല. അത് കാണുമ്പോൾ ബെർണീസിനാണെങ്കിൽ ശരിക്കും അത്ഭുതവും സന്തോഷമായി, തന്റെ മകന് ഇങ്ങനെ ഒരു പവർ കിട്ടിയതുകൊണ്ട്. പക്ഷെ ഈ പവർ കിട്ടിയ കാര്യം വേറെ ആരെങ്കിലും അറിഞ്ഞാൽ അത് തന്റെ മകന് പ്രശ്നമാണ് എന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത്, നിനക്ക് ഈ പവർ കിട്ടിയ കാര്യം ഒരു കാരണവശാലും ആരും അറിയരുതെന്നാണ്. മാത്രമല്ല നിനക്ക് ഇതല്ലാതെ വേറെന്തെങ്കിലും പവർ കിട്ടിയിട്ടുണ്ടോ എന്നും കൂടെ അവർ ചോദിച്ചു. പക്ഷെ അതിനെക്കുറിച്ച് അവനൊന്നും അറിയത്തില്ല. അങ്ങനെ പിറ്റേ ദിവസമായി കെല്ലി ഇപ്പോൾ അവന്റെ സ്കൂളിലേക്ക് എത്തി. ആദ്യം പോകുന്നത് പതിവ് പോലെ തന്നെ അവന്റെ ഷെൽഫിന്റെ അടുത്തേക്കാണ്. എന്നാൽ ഇത്തവണ ഷെൽഫിൽ എഴുതിയിരിക്കുന്നത് ട്രാഷ് ബോയ് എന്നല്ല, മോൺസ്റ്റർ എന്നാണ്. അങ്ങനെ അവൻ ആ ഷെൽഫിന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് അവൻ ഡൊമിനിക്കിനെ കാണുന്നത്. എന്നാൽ ഇത്തവണ അവൻ അവളെ കാണുമ്പോൾ അവന് വല്ലാത്തൊരു ഫീലിംഗ് വരുന്നുണ്ട്. അങ്ങനെ അവരുടെ ക്ലാസ് തുടങ്ങി. ഈ സമയം കെല്ലി ഇരിക്കുന്നത് ഡൊമിനിക്കിന്റെ നേരെ പുറകിലാണ്. അതിനിടയിൽ അവൻ അവളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. അവളെക്കുറിച്ച് മാത്രമല്ല, സാറയെക്കുറിച്ചും. അതായത് സാറയും ഡൊമിനിക്കും ഈ കെല്ലിയുടെ വീട്ടിൽ അവന്റെ അടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവർ 3 പേരും കൂടെ പരസ്പരം കിസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതിനെക്കുറിച്ച് അവൻ ഇമാജിൻ ചെയ്യുമ്പോൾ ആ ഒരു ഫീല് ശരിക്കും അവന് കിട്ടുന്നുണ്ട്. എന്നാൽ അവന് മാത്രമാണോ കിട്ടുന്നത്? അല്ല, അതേ ഒരു ഫീല് ഡൊമിനിക്കിനും വരുന്നുണ്ട്, സാറയ്ക്കും വരുന്നുണ്ട്. അങ്ങനെ ആ ഫീൽ അനുഭവിച്ച് അതിന്റെ ടോപ്പിൽ എത്തിക്കഴിയുമ്പോൾ അവൻ പെട്ടെന്ന് ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഓടി. ഇതേ അവസ്ഥ തന്നെയാണ് ഡൊമിനിക്കിനും സാറയ്ക്കും. ആ ഒരു ഫീൽ അവർക്ക് വന്നു കഴിയുമ്പോൾ ശരിക്കും അവർ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് അവർക്ക് സംഭവിച്ചത്? അങ്ങനെ ഒരു ദിവസം രാത്രി സ്കൂളിലെ പിള്ളേരെല്ലാം കൂടെ ഒരു ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ ബുള്ളീസിലെ നെൽസനും ഒരുത്തരും വന്നിട്ട് ഡൊമിനിക്കിനെ അങ്ങോട്ട് പൊക്കിയെടുക്കുന്നത്. അവളത് തമാശ രീതിയിൽ എടുക്കുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം കണ്ട് കെല്ലി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്.
ആ കാര്യം അവന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവൻ വന്നിട്ട് ആ ബുള്ളീസിന്റെ അടുത്ത് ചൂടാവുകയാണ്. അവന്മാരും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് നടക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ സമയത്താണ് അവരുടെ കോച്ച് അങ്ങോട്ട് വരുന്നത്. ഈ കോച്ച് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ റീഡിന്റെ അച്ഛൻ. അയാളിപ്പോൾ അതിൽ ഇടപെട്ടിട്ട് പിള്ളേരെല്ലാം അവിടുന്ന് പിരിച്ചുവിടാണ്. അതിനെ തുടർന്ന് കെല്ലി ഇപ്പോൾ അവന്റെ സൈക്കിളുമായിട്ട് അവർ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഒരു ഹൈവേയിലൂടെയാണ് അവൻ പോകുന്നത്. അതിൽ ഈ സമയത്താണ് അവന്റെ പുറകിൽ ആ ബുള്ളീസിന്റെ വണ്ടി വരുന്നത്. ഈ വണ്ടി ഓടിക്കുന്നവന്റെ പേര് ബ്രാഡ് എന്നാണ്. ഇപ്പൊ പുറകിലുള്ളവന്മാർ പറയുന്നത് നമുക്ക് ഈ കാറ് വെച്ചിട്ട് കെല്ലി ഒന്ന് പേടിപ്പിക്കാന്നാണ്. അതിനെ തുടർന്ന് ബ്രാഡ് ഇപ്പോൾ വളരെ വേഗത്തിൽ വണ്ടി കെല്ലിയുടെ സൈക്കിളിന്റെ തൊട്ടടുത്തേക്ക് എത്തിച്ചു. ആദ്യം അവനും ഒന്ന് പേടിപ്പിക്കാൻ തന്നെയാണ് വിചാരിച്ചത്. എന്നാൽ പിന്നീട് ഈ ബ്രാഡിന് കെല്ലിയുടെ അടുത്ത് വല്ലാത്തൊരു ദേഷ്യം. അതുകൊണ്ട് അവൻ ആ കാറ് ചെന്നിട്ട് ആ സൈക്കിളിൽ ഇടിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൈക്കിൾ മറിഞ്ഞ് കെല്ലിയുടെ തല ആ കാറിന്റെ അടിയിൽ പെട്ടു. അതിനെ തുറന്ന് കാർ അവിടെ ഇടിച്ചു നിൽക്കുകയാണ്. എന്നാൽ കാറിലിരിക്കുന്ന ബാക്കിയുള്ളവർ നോക്കുമ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോയി. ആ എയർ ബാഗ് വെളിയിലേക്ക് വന്നതിനെ തുറന്ന് വണ്ടി ഓടിച്ചിരുന്ന ബ്രാഡിന്റെ തല മൊത്തം താർന്നു വരികയാണ്. അപ്പൊ തന്നെ അവൻ മരിക്കുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് പേടിച്ച് അവർ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം കെല്ലിയാണെങ്കിൽ ആ വണ്ടിക്കടിയിൽ തന്നെ അടക്കാണ്. അവന്റെ മുഖത്തും കുറെ ഇഞ്ചുറി ഒക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവനും എഴുന്നേറ്റു. അവനിങ്ങനെ മുഖത്ത് ചോരയൊക്കെ ഒലിപ്പിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം ബുള്ളീസിന് മനസ്സിലായി. അതുകൊണ്ട് അവർ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ സമയം തന്നെ കെല്ലിയാണെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് അവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അതോടൊപ്പം തന്നെ അവരുടെ ശരീരത്തിലെ മുറിവൊക്കെ ഇങ്ങനെ ഹീലാവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ഡൊമിനിക്കും സാറേ അങ്ങോട്ട് വരുന്നത്. അവർ വണ്ടി നിർത്തി ബ്രാഡിന്റെ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരിപ്പോൾ ബ്രാഡിനെ കണ്ടു. അവന്റെ ആ അവസ്ഥ കണ്ട് അവർ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ ഡൊമിനിക്ക് ഇപ്പോൾ കെല്ലിയുടെ അടുത്തേക്ക് എത്തി. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും അവന്റെ ഇഞ്ചുറി ഒക്കെ ഹീലായി. അവനിപ്പോൾ മുഖത്ത് ഒരു പാട് പോലുമില്ല. എന്താ സംഭവിച്ചെന്ന് ഡൊമിനിക്ക് ചോദിക്കുമ്പോൾ അവനുണ്ടായ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ പറഞ്ഞതിനെ തുറന്ന് പോലീസുകാരും ടീമും കണ്ടെത്തി. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലീസുകാരനാണ്. ഇയാളുടെ പേര് ആഡ്ലർ. അങ്ങനെ അയാൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കെല്ലിയുടെ അമ്മയായ ബെർണീസും അങ്ങോട്ട് വരുന്നത്. അവർ നോക്കുമ്പോൾ കെല്ലി ഇപ്പം ഡൊമിനിക്കിന്റെ കൂടെ ഇരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും കെല്ലി ആണെങ്കിൽ അവന്റെ സൂപ്പർ പവറിനെ കുറിച്ചൊക്കെ ഡൊമിനിക്കിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്റെ മകന് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാവുമ്പോൾ ബെർണീസിന് ശരിക്കും ആശ്വാസമായി. അങ്ങനെ അമ്മയെ കാണുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ ഡൊമിനിക്ക് ഇപ്പം അമ്മയുടെ അടുത്ത് പറയാണ്. അതായത് അവരവരുടെ കാറുമായിട്ട് ഇവന്റെ സൈക്കിളിൽ ഇടിച്ചു. അതിനെ തുടർന്ന് അവന് നല്ല ഇഞ്ചുറി പറ്റി. പക്ഷെ അവന്റെ സൂപ്പർ പവർ കാരണം ആ ഇഞ്ചുറി മൊത്തം വണ്ടി ഓടിച്ചിരുന്ന ബ്രാഡിന്റെ ശരീരത്തിലേക്ക് പോയി. അതോടുകൂടെ അവൻ മരിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളൊക്കെയാണ് കെല്ലി ഇപ്പം അമ്മയുടെ അടുത്ത് പറയുന്നത്. ഇതേ സമയം തന്നെ കോച്ച് ആ പിള്ളേരുടെ കൂടെ നിൽക്കുകയാണ്, ആ റീഡിന്റെ അച്ഛൻ. അയാൾ പറയുന്നത് പോലീസ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ശരിക്കും എന്താണ് ഉണ്ടായത് നിങ്ങൾ ഒരിക്കലും അവരുടെ അടുത്ത് പറയാൻ പാടില്ല എന്നാണ്. പിള്ളേർ അത് സമ്മതിക്കുകയും ചെയ്തു. ഈ സമയം തന്നെ ബെർണീസ് കെല്ലിയുടെ അടുത്ത് പറയുന്നത് ഒരു കാരണവശാലും നിന്റെ സൂപ്പർ പവറിനെ കുറിച്ച് ആരുടെ അടുത്തും പറയാൻ പാടില്ല എന്നാണ്. അവർ അത് തന്നെ ഡൊമിനിക്കിന്റെ അടുത്തും പറഞ്ഞു. ഡൊമിനിക്കും ആരോടും പറയത്തില്ല എന്ന കാര്യം അമ്മയ്ക്ക് പ്രോമിസ് കൊടുക്കുകയാണ്. അങ്ങനെ പോലീസുകാരനായ ആഡ്ലർ ഇപ്പം ആ ബുള്ളീസിന്റെ അടുത്തെത്തി. അയാൾ ചോദിക്കുമ്പോൾ അവരുണ്ടായ കാര്യം പറയുന്നത് അവർ വണ്ടി ഓടിച്ച് റോഡ് കൂടെ പോവായിരുന്നു. ആ സമയത്താണ് കെല്ലി അവരുടെ മുമ്പിലേക്ക് വന്നത്. അവൻ പർപ്പസ്ഫുള്ളി അവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ സൈക്കിളുമായിട്ട് റോഡിന്റെ നടുവിലൂടെയാണ് സൈക്കിൾ ഓട്ടിയത്. അവനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി ബ്രാഡ് വണ്ടി വെട്ടിച്ചതാണ്. അങ്ങനെയാണ് വണ്ടി ആക്സിഡന്റ് ആയതും ബ്രാഡ് മരിച്ചു. ഈ ഒരു കഥയാണ് ആ ബുള്ളീസ് ഇപ്പൊ പോലീസുകാരുടെ അടുത്ത് പറയുന്നത്. ഈ സമയം കെല്ലി ആണെങ്കിൽ പോലീസുകാരോട് എന്താണ് അവൻ പറയാൻ പോകുന്നത് എന്ന കാര്യം അവൻ ഡൊമിനിക്കിന്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയാണ്. അതായത് അവൻ സൈക്കിൾ ഓടിക്കുകയായിരുന്നു. ഈ സമയം പുറകിൽ നിന്ന് കാറ് വന്നു. അതിനെ തുടർന്ന് അവൻ അവന്റെ സൈക്കിൾ വെട്ടിച്ചു. അങ്ങനെ അവൻ ഒരു ബുഷിന്റെ ഇടയിലേക്ക് വീണുപോയി. അതുകൊണ്ടാണ് അവനൊരു പോറൽ പോലും പറ്റാതിരുന്നത്. അവൻ അങ്ങനെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞപ്പം അത് തന്നെ പോലീസുകാരോട് പറയുന്നതായിരിക്കും നല്ലത് എന്ന് അവന്റെ അമ്മയ്ക്കും മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസമായി ആ റെഡ്ഡൾക്ക് ഇപ്പം ആ ഫ്ലോഗറിന്റെ ബോഡി അടക്കം ചെയ്ത സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടേക്ക് എത്തി അവിടെ ഇരുന്നതിന് ശേഷം അയാൾ അവിടുത്തെ മണ്ണൊക്കെ പരിശോധിച്ചു. എന്നിട്ട് അയാളിപ്പം ഫ്ലോഗറിനോടായിട്ടൊരു കാര്യം പറയാണ്. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞല്ലേ ഈ ശക്തി നിന്നെ തന്നെ നശിപ്പിക്കുമെന്ന്. ഇപ്പൊ അത് തന്നെ സംഭവിച്ചില്ലേ, നിനക്ക് അങ്ങനെ തന്നെ വേണമെന്നാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. കെല്ലിയും ഡൊമിനിക്കും അവരുടെ സ്കൂളിൽ ഒരു ബെഞ്ചിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ച് ചിരിച്ച് വളരെ സന്തോഷത്തിലാണ് അവരിയ്ക്കുന്നത്. എന്നാൽ ഇതെല്ലാം നോക്കിക്കൊണ്ട് ആ നെൽസനും ടീമും കുറച്ച് അപ്പുറത്തായിട്ടിരിക്കുന്നുണ്ട്. അവരുടെ സന്തോഷം അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ബ്രാഡിന്റെ മരണത്തിന് എങ്ങനെയെങ്കിലും കെല്ലിയോട് പ്രതികാരം ചെയ്യണം. അതാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നെൽസനും കൂട്ടരും അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെല്ലിയും ഡൊമിനിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. അവർ തങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. പക്ഷെ അവരത് വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം വെള്ളിയാഴ്ച നമുക്കൊരു സിനിമയ്ക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ഡൊമിനിക് അവിടുന്ന് പോയി. അതെല്ലാം കേട്ട് അവനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ സമയം രാത്രി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെല്ലി ഇപ്പം ഒരു പിസ്സ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് അവൻ അവിടുത്തെ വേസ്റ്റ് ഒക്കെ കൊണ്ട് കളയാൻ വേണ്ടി വെളിയിലേക്ക് വന്നു. എന്നാൽ അത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ റെഡ്ഡൽക്ക് അങ്ങോട്ട് വരുന്നത്. അയാൾ വന്ന ഉടനെ ചോദിക്കുന്നത് നിനക്കൊരു ആക്സിഡന്റ് പറ്റിയെന്ന് ഞാൻ കേട്ടല്ലോ, എന്നിട്ടും നിന്റെ ശരീരത്തിലൊരു പോറലും കാണുന്നില്ല, പിന്നെ നിനക്ക് ആ ഫ്ലൂഗറിന് അറിയും? ഈ ചോദ്യങ്ങളാണ് അയാളിപ്പോൾ ചോദിച്ചത്. അത് കേൾക്കുമ്പം കെല്ലി ശരിക്കൊന്ന് ഞെട്ടിപ്പോയി. എങ്കിലും അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് എനിക്കൊന്നും സംഭവിക്കാതിരുന്നത് എന്തൊരു മിറാക്കിൾ കാരണമാണ്. പിന്നെ ഫ്ലൂഗറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അയാൾ എന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. എന്റെ അസുഖമൊക്കെ അയാൾ ഭേദമാക്കി. അതിനെ തുടർന്ന് അയാൾ മരിക്കുകയും ചെയ്തു. ഇതല്ലാതെ അയാളെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോയി. പക്ഷെ അവൻ സംസാരിച്ചത് തപ്പിയും തടഞ്ഞുകൊണ്ടാണ്. അതിൽ നിന്നും ഇപ്പൊ ഫ്ലൂഗറിന്റെ ശക്തി ഇവന്റെ ശരീരത്തിലാണുള്ളത് എന്ന കാര്യം റെഡ്ഡൽക്കിന് മനസ്സിലായി. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് കെല്ലി ഇപ്പൊ അവര് വീട്ടിലേക്ക് എത്തി. അവൻ വന്ന ഉടനെ തന്നെ അവന്റെ അമ്മയുടെ അടുത്ത് പറയുന്നത് ഡൊമിനിക് അവനെ സിനിമയ്ക്ക് പോകാൻ വേണ്ടി വിളിച്ച കാര്യമാണ്. അത് കേൾക്കുമ്പോൾ അവന്റെ അമ്മയ്ക്ക് സന്തോഷമായി. എന്നാൽ അവന്റെ അമ്മയ്ക്ക് വല്ലാത്തൊരു തലവേദന.
അതുകൊണ്ട് നീ പോയിട്ട് വല്ല മരുന്നും വാങ്ങിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നവർ ചോദിച്ചു. അവനാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. ഈ സമയം തന്നെ ആ ബുള്ളീസ് എല്ലാവരും അവന് വീടിന്റെ വെളിയിലിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും കെല്ലി അവന്റെ അമ്മയും ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കണം. അതിനെക്കുറിച്ചാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതിനവരൊരു പ്ലാനും ഉണ്ടാക്കി. അങ്ങനെ മരുന്ന് മേടിക്കാൻ വേണ്ടി കെല്ലി അവന്റെ വണ്ടി എടുത്തിട്ട് പോയി. എന്നാൽ ആ ബുള്ളീസ് വിചാരിച്ചിരിക്കുന്നത് ആ വണ്ടിക്കകത്ത് കെല്ലിയും അവന്റെ അമ്മയും ഉണ്ടെന്നാണ്. അങ്ങനെ ആ കാർ അവിടുന്ന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ അവരവരുടെ പണി തുടങ്ങി. ഈ കെല്ലി അവന്റെ അമ്മയും താമസിക്കുന്നത് ഒരു വീടല്ല, അതൊരു ട്രെയിലറാണ്. കുറെ കല്ലുകൾ വെച്ച് അതിന്റെ മുകളിലാണ് ആ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ കല്ല് അവിടുന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ വീട് മറഞ്ഞു വീഴും. അത് തന്നെയാണ് ആ ബുള്ളീസിന്റെ പ്ലാൻ. വീട് മൊത്തം തകർത്തു കഴിഞ്ഞാൽ താമസിക്കാൻ വീടില്ലാത്തതുകൊണ്ട് അമ്മയും മകനും അവിടെ നാട് വിട്ടോളും. അതിനുവേണ്ടി അവർ കാറിൽ ഘടിപ്പിച്ച ഒരു ചങ്ങലെടുത്ത് ആ വീടിന്റെ ഒരു കല്ലിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് വേഗം തന്നെ വണ്ടി മുന്നോട്ടെടുക്കുകയാണ്. അതോടുകൂടെ ആ വീട് മൊത്തം താഴേക്ക് വീണു. വീട് താഴേക്ക് വീണപ്പം അതിനകത്ത് കിടക്കായിരുന്ന ബെർണീസും താഴേക്ക് വീണു. പക്ഷെ അമ്മ അതിനകത്തുണ്ട് എന്ന കാര്യം പിള്ളേർക്ക് അറിയത്തില്ല. അങ്ങനെ വീട് മൊത്തം കുലുങ്ങിയതിനെ തുടർന്ന് അതിനകത്ത് ഗ്യാസ് ഒക്കെ ലീക്കാവാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും അറിയാതെ പിള്ളേരാണെങ്കിൽ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ അവരവിടെ നിന്ന് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പം ആ ഗ്യാസ് മൊത്തം കത്തിപ്പിടിച്ച് ആ വീട് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. ആ വീട് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴാണ് മരുന്ന് വാങ്ങി കെല്ലി അങ്ങോട്ട് എത്തുന്നത്. വീടിനിങ്ങനെ തീ പിടിച്ച് കാണുമ്പോൾ അവൻ പേടിച്ച് വേഗം വീടിനകത്തേക്ക് കയറി. എന്നാൽ അവൻ നോക്കുമ്പോൾ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന അവൻ്റെ അമ്മയാണ് അവൻ കാണുന്നത്. അങ്ങനെ അവൻ വേഗം തന്നെ അമ്മയുടെ ആ ശരീരം എടുത്തോണ്ട് വെളിയിലേക്ക് വന്നു. പക്ഷെ അപ്പോഴേക്കും അവർ മരിച്ചു കഴിഞ്ഞിരുന്നു. അത് കണ്ട് ഉറക്കെ നിലവിളിക്കാൻ മാത്രമേ അവനെ കൊണ്ട് സാധിക്കുന്നു. പക്ഷെ ഇതൊന്നും ചെയ്തത് ആ പിള്ളേരുടെ പണിയാണ് എന്ന കാര്യം അവന് മനസ്സിലായിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസമായി കെല്ലി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അവനെ പരിശോധിച്ചുകൊണ്ട് ആ ഡോക്ടർ ഒരു നേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അവന്റെ ശരീരത്തിൽ ഒരു ഇഞ്ചറി പോലും പറ്റാത്തതുകൊണ്ട് ആ ഡോക്ടർക്ക് ശരിക്കും അത്ഭുതമായി. ഈ സമയത്താണ് പോലീസുകാരനായ ആഡ്ലർ അങ്ങോട്ട് വരുന്നത്. ഈ ആഡ്ലറിന് കെല്ലിയുടെ അമ്മയുടെ അടുത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളിപ്പോൾ ആ ഡോക്ടറുടെ അടുത്ത് പറയുന്നത്, ഈ പയ്യൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരുത്തനാണ്. പക്ഷെ ഇപ്പൊ അമ്മ മരിച്ചുപോയ സ്ഥിതിക്ക് അവന് പോകാൻ മറ്റൊരു സ്ഥലമില്ല. അതുകൊണ്ട് ഇന്നൊരു ദിവസം കൂടെ അവനിവിടെ കിടക്കട്ടെ. എന്നിട്ട് അവന്റെ അമ്മയുടെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇവനോടൊന്ന് മാറ്റിക്കൊള്ളാന്നാണ്. ഡോക്ടർ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പോലീസുകാരൻ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ആ റെഡ് എൽക്ക് അങ്ങോട്ട് വരുന്നത്. ഈ പോലീസുകാരനായ ആഡ്ലറും ഈ റെഡ് എൽക്കിന്റെ അതേ ഗോത്രത്തിൽപ്പെട്ടവനാണ്. പക്ഷെ ആ സൂപ്പർ പവറിനെ കുറിച്ചൊന്നും ഇയാൾക്ക് അറിയത്തില്ല. ഇപ്പൊ റെഡ് എൽക്ക് പോലീസുകാരനോട് പറയുന്നത്, നമ്മുടെ ഗോത്രത്തിന്റെ ഒരു സാധനം ഈ പയ്യന്റെ അടുത്തുണ്ട്, ആ ഫ്ലോഗറാണ് അത് ഇവന് കൊടുത്തത്, അതെടുക്കാൻ നീ എന്നെ സഹായിക്കണം എന്നാണ്. അതേക്ക് ആഡ്ലർക്ക് സംശയമായി. അതെന്താണ് സംഭവം? അയാൾ ആ ചോദ്യം കേൾക്കുമ്പോൾ, നിനക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലേ? നിനക്കത് സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇല്ല റെഡ് എൽക്ക്, എനിക്കൊന്നും സെൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ പയ്യന്റെ കാര്യം, അവൻ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇപ്പം അവന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ. അതേക്കുന്ന റെഡ് എൽക്ക് പറയുന്നത്, എന്നാൽ പിന്നെ അവൻ ഓക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ അടുത്തേക്ക് വരണമെന്നും പറഞ്ഞിട്ട് റെഡ് എൽക്ക് അവിടെ നിന്ന് പോയി. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് ബെർണീസിന്റെ ഫ്യൂണറൽ. കുറച്ച് ആൾക്കാരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്യൂണറൽ കഴിഞ്ഞതിന് ശേഷം കെല്ലി ഇപ്പം നേരെ പോയിരിക്കുന്നത് ആ ഫ്ലോഗറിന്റെ ബോഡി അടക്കം ചെയ്ത സ്ഥലത്തേക്കാണ്. ആ അടക്കിയ സ്ഥലത്തായിട്ട് കുറെ വള്ളികൾ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നുണ്ട്. അതിന്റെ ഇലകളൊക്കെ കരിഞ്ഞു വരികയാണ്. അവൻ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഡൊമിനിക് അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ അമ്മയും കൂടെ മരിച്ച സ്ഥിതിക്ക് ഈ സിറ്റി വിട്ട് പോവാം എന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് ഡൊമിനിക് ഇപ്പം കണ്ടുവന്നിരിക്കുന്നത്. നീ എന്തിനാണ് ഇവിടെ വിട്ട് പോകുന്നത്? ഇത് നീ ജീവിച്ചു വളർന്ന സ്ഥലമല്ലേ, നീ എങ്ങോട്ടും പോകേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ അവൾ പറഞ്ഞു. പക്ഷെ അവനാണെങ്കിൽ പോയേ പറ്റൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ അവൻ അവളോട് പറയുന്നത്, ഞാൻ ഇവിടം വിട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് നിന്നെ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് അവൻ അവൾക്കൊരു കിസ് കൊടുത്തു. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം അവൾ അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയം കെല്ലി ആണെങ്കിൽ ഫ്ലോഗറിന്റെ അടക്കം ചെയ്ത സ്ഥലത്തേക്കായിരുന്നു. എന്നിട്ട് അവിടെ കിടക്കുന്ന ആ കരിഞ്ഞ ഇലകളുണ്ടല്ലോ, അവൻ അതിൽ നിന്നും ഒരില പറിച്ചെടുത്തിട്ട് കഴിച്ചു. ഈ സമയത്താണ് ഡൊമിനിക്കിനെ അന്വേഷിച്ച് ആ സാറ എങ്ങോട്ട് വരുന്നത്. അവള് നോക്കുമ്പോൾ ആ ഇല കഴിച്ചതിനെ തുടർന്ന് കെല്ലി ഇങ്ങനെ വല്ലാണ്ട് ഛർദ്ദിക്കാണ്. അത് കാണുമ്പോൾ അവന്റെ അടുത്തേക്ക് പോകാൻ അവൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് ജസ്റ്റ് അവനെ ഒന്ന് നോക്കിയതിന് ശേഷം അവൾ തിരിച്ചുപോയി. ഈ സമയം കെല്ലിയാണെങ്കിൽ വല്ലാണ്ട് ഛർദ്ദിക്കുന്നുണ്ട്. എന്നാൽ ഛർദ്ദിച്ച് കഴിയുമ്പോഴാണ് അവൻ അവിടെ ഒരു മാറ്റം കാണുന്നത്. അതുവരെ കരിഞ്ഞുണങ്ങിയിരുന്ന ആ വള്ളികളും ഇലകളും ഒക്കെ ഇപ്പൊ പച്ച കളറായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കെല്ലി ഇപ്പൊ പോലീസുകാരനായ ആഡ്ലറിന്റെ കൂടെ അയാളുടെ വണ്ടിയിൽ അവിടെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത് ഈ പോലീസുകാരനാണ്. അങ്ങനെ ആ യാത്രക്കിടയിലാണ് ആ പോലീസുകാരൻ അയാളുടെ ഒരു സംശയം പറയുന്നത്. അത് അവന്റെ ആ വീട് മറിഞ്ഞുപോയ കാര്യമാണ്. നിന്റെ ആ ട്രെയിലറിന്റെ പരിസരത്തായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ലാൻഡ് സ്ലൈഡിങ്ങോ അല്ലെങ്കിൽ ഭൂമി കുലുക്കുമോ അങ്ങനെ എന്തെങ്കിലും? ആ വീട് പരിശോധിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ആ വീട് അങ്ങനെ താനെ മറിഞ്ഞല്ല, അതിന്റെ അടിയിലെ കല്ല് അവിടുന്ന് മാറിപ്പോയതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ ആ പോലീസുകാരുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. അപ്പൊ അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല, മനഃപൂർവ്വം അതാരോ മറിച്ചതാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ആ ബുള്ളീസിന്റെ വണ്ടി അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ അവന്മാരും കെല്ലിയുടെ അമ്മ മരിച്ചുപോയ കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് എന്ന കാര്യം അവർക്ക് പോലീസ് പറയാൻ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജയിലിലാവും എന്ന കാര്യം അവർക്ക് അറിയാം. എങ്കിലും അവർക്ക് ഒരു കുറ്റബോധവും ഇല്ല. ഇപ്പൊ കെല്ലി ആ പോലീസുകാരന്റെ വണ്ടിയിലിരിക്കുന്ന കാണുമ്പോൾ അവനെ കുറെ കളിയാക്കിയതിന് ശേഷം അവന്മാർ ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് അവിടുന്ന് പോവാണ്. ഇതെല്ലാം കാണുമ്പോൾ കെല്ലിക്ക് ശരിക്കും ദേഷ്യം വന്നു. അപ്പൊ അവന്മാർ തന്നെയാണ് തന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാര് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് അവൻ പെട്ടെന്ന് ആ വണ്ടിയുടെ ഡോറും തുറന്നിട്ട് അവിടുന്ന് ചാടി. ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ആ പോലീസുകാരെ നോക്കുമ്പോൾ അവന്റെ ഒരു പൊടി പോലും അവിടെ കാണുന്നില്ല. അതുകൊണ്ട് അയാൾ പെട്ടെന്ന് വണ്ടി നിർത്തി. എന്നിട്ട് അവനെ അവിടെയൊക്കെ അന്വേഷിച്ചു. പക്ഷെ എവിടെയും അവനെ കാണുന്നില്ല.
ഈ സമയം കെല്ലിയാണെങ്കിൽ ആ റോട്ടിൽ നിന്ന് നേരെ കാട്ടിലേക്കാണ് കയറിയത്. അപ്പുറത്തായിട്ട് ഒരു പുഴ ഒഴുകുന്നുണ്ട്. നല്ല ഒഴുക്കുള്ള ഒരു പുഴയാണ്. ഈ പുഴയിൽ കുളിക്കാൻ വേണ്ടി ഇപ്പൊ ബുള്ളീസും അങ്ങോട്ട് വന്നു. ഉടനെ തന്നെ അവന്മാർക്കൊരു പണി കൊടുക്കണം. അതാണ് കെല്ലി ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പിള്ളേര് ആ നദിയിൽ കുളിക്കാൻ തുടങ്ങി. ഇപ്പൊ ടക്കർ എന്ന് പറയുന്ന ഒരുത്തനാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ബാക്കിയുള്ളവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറെ കല്ലുകൾ കിടക്കുന്നുണ്ട്. അതിൽ ഓരോന്നെടുത്തിട്ട് കളിയായിട്ട് ആ ടക്കറിന്റെ ദേഹത്തേക്ക് ഇങ്ങനെ എറിയാണ്. ഈ സമയത്താണ് കെല്ലി അങ്ങോട്ട് വരുന്നത്. അവൻ വന്ന ഉടനെ തന്നെ ടക്കറിന്റെ ഒരു ടീഷർട്ട് എടുത്തു. എന്നിട്ട് അതിന്റെ ഒരു കഷ്ണം കയറിയിട്ട് അത് വിഴുങ്ങാണ്. ഇനിയിപ്പോ കെല്ലി എന്ത് ചെയ്താലും അത് ഏൽക്കാൻ പോകുന്നത് ടക്കറിനെയാണ്. അങ്ങനെ ഉടനെ തന്നെ അവൻ ടക്കറിന്റെ ബനിയൻ എടുത്തിട്ട് അവന്റെ കഴുത്തിൽ തന്നെ മുറുക്കാൻ തുടങ്ങി. അതോടുകൂടെ വെള്ളത്തിലിരിക്കുന്ന ടക്കറിന് ശ്വാസം മുട്ടി. മാത്രമല്ല ആ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവുകയും ചെയ്തു. ഇതെല്ലാം കാണുമ്പോൾ കരയിൽ നിൽക്കുന്ന ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ടക്കർ ഇങ്ങനെ മുങ്ങി താഴ്ന്നു കണ്ട് അവര് വേഗം തന്നെ ഇറങ്ങിയിട്ട് ടക്കറിനെ കരയിലേക്ക് കയറ്റി. അതിൽ അപ്പോഴേക്കും അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോഴാണ് കെല്ലി അവരുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊരുത്തന്റെ പണി തീർന്നല്ലേ, ഇനി നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഇതുപോലെ കൊല്ലാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ മറ്റൊരു ബനിയൻ എടുത്തു. അത് ആ റീഡിന്റെ ബനിയനായിരുന്നു. അത് കണ്ടതും റീഡ് അവിടുന്ന് ഓടിപ്പോയി. എന്നാൽ അവൻ ഓടി കുറച്ച് അപ്പുറത്തേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ആ പോലീസുകാരനായ ആഡ്ലർ അങ്ങോട്ട് വന്നു. അവനിപ്പോൾ റീഡറിനെ പിടിച്ച് തിരിച്ചവന്മാരുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. അത് കണ്ടതും നിങ്ങൾക്കുള്ള പണി പിന്നെ തരാമെന്നും പറഞ്ഞിട്ട് കെല്ലി അവിടുന്ന് ഓടിപ്പോയി. അങ്ങനെ പോലീസുകാരൻ അങ്ങോട്ട് വന്നപ്പം ഉണ്ടായ കാര്യങ്ങളെല്ലാം പിള്ളേര് പറഞ്ഞു. ടക്കർ മരിക്കാൻ കാരണം കെല്ലിയാണ്. അങ്ങനെ സമയം രാത്രി ഡൊമിനിക് ഇപ്പം അവളുടെ വീട്ടിലിരുന്ന് സാറയുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടക്കർ മരിച്ചുപോയ കാര്യമൊക്കെ സാറ ഇപ്പം ഡൊമിനിക്കിനോട് പറഞ്ഞു. അമ്മമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ടോണി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവന്റെ ഗേൾഫ്രണ്ടാണ് ഈ സാറ. ടോണിയാണ് ആ കാര്യങ്ങൾ മുഴുവൻ സാറയോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു ശബ്ദം കേൾക്കുന്നത്. അവൾ ചെന്ന് നോക്കുമ്പോൾ അത് കെല്ലിയായിരുന്നു. കെല്ലിയെ കാണുമ്പോൾ അവൾ ചോദിക്കുന്നത് എന്താണ് ടക്കറിന് സംഭവിച്ചതെന്നാണ്. അതേക്കുമ്പം അത് ഞാൻ നിനക്ക് വിശദമായിട്ട് പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ട് അവൻ അവളെ വെളിയിലേക്ക് വിളിച്ചു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം കേൾക്കുമ്പോൾ ഡൊമിനിക് പറയുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ റിവെഞ്ച് എടുക്കുന്നത്? പ്രതികാരം ഒരിക്കലും നല്ലൊരു കാര്യമല്ല. നീ ഇങ്ങനെ പ്രതികാരം ചെയ്യുന്ന കാണുമ്പോൾ മരിച്ചുപോയ നിന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, അവന്മാരെ കൊണ്ട് കൺഫസ് ചെയ്യിക്കുക, കുറ്റം ഏറ്റു പറയിക്കുക. അതായിരിക്കും നിന്റെ അമ്മയെ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് ഡൊമിനിക് പറയുന്നത്. അവൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അതിൽ കാര്യമുണ്ട് എന്ന കാര്യം കെല്ലിക്ക് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസമായി പിള്ളേരെല്ലാവരും സ്കൂളിലിരിക്കുകയാണ്. ഇന്ന് ഇവർക്ക് കെമിസ്ട്രി ലാബാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർ കുറച്ച് ആസിഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ പഠിപ്പിക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കെല്ലി അങ്ങോട്ട് കയറി വരുന്നത്. അവൻ വന്ന ഉടനെ തന്നെ ആ ടോണിയുടെ തൊപ്പി എടുത്തു. അത് കാണുന്ന ടോണിയും വിട്ടുകൊടുക്കുന്നില്ല. തൊപ്പി ഇങ്ങതാണെന്നും പറഞ്ഞിട്ട് ടോണി ഇപ്പൊ കെല്ലിയുടെ അടുത്തേക്ക് വന്നു. എന്നാൽ കെല്ലി പറയുന്നത്, ആദ്യം നീ കൺഫസ് ചെയ്യ്, എന്റെ അമ്മ മരിക്കാൻ കാരണം നിങ്ങളാണെന്ന് നീ ഇവിടെ ഏറ്റുപറ, അങ്ങനെയാണെങ്കിൽ തൊപ്പി തരാമെന്നാണ്. എന്നാൽ ടോണി സമ്മതിക്കുന്നില്ല. ഈ സമയം നെൽസൺ വന്നിട്ട് ടോണി അവിടുന്ന് പിടിച്ചു മാറ്റി. എന്നാൽ ഇത് കാണുമ്പോൾ കെല്ലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ടോണിയുടെ ഗേൾഫ്രണ്ടായ സാറയുടെ അടുത്തേക്ക് വന്നു. എന്നാൽ അത് ടോണിക്ക് ഇഷ്ടപ്പെട്ടില്ല. ടോണി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ആസിഡ് എടുത്തിട്ട് കെല്ലിയുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. എന്നാൽ അത് ഒഴിച്ചു കഴിഞ്ഞപ്പം ടോണിയുടെ മുഖമാണ് കരിഞ്ഞു പോകുന്നത്. അതോടുകൂടെ അവൻ താഴേക്ക് വീണു. ഇതൊക്കെ കണ്ട് എല്ലാവരും ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം സാറ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദേഷ്യത്തിൽ വന്നിട്ട് കെല്ലിക്ക് ഒരൊറ്റ ഇടി കൊടുത്തു. എന്നാൽ ആ ഇടി കൊള്ളുന്നു അവൾക്ക് തന്നെയാണ്. അങ്ങനെ അവൾ താഴേക്ക് ഇരുന്ന് കഴിയുമ്പോൾ കെല്ലി ഇപ്പം നെൽസന്റെ അടുത്തേക്ക് വന്നു. ടോണിയുടെ അവസ്ഥ നീ കണ്ടില്ലേ, അടുത്തത് നീയാണ്. ഒന്നും പറ്റണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നീ ചെയ്ത തെറ്റ് ഇവിടെ ഏറ്റു പറഞ്ഞു. എന്നാൽ കെല്ലി ആ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴാണ് ടീച്ചർ ചെന്ന് പോലീസുകാരനായ ആഡ്ലർ അങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നത്. അത് കാണുമ്പോൾ കെല്ലി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രി ആ നെൽസൺ ഇപ്പൊ വീട്ടിലിരിക്കുമ്പോഴാണ് അവനെ കാണാൻ വേണ്ടി സാറ ഇങ്ങോട്ട് വരുന്നത്. സാറ ഇപ്പം അവൻ അവന്റെ കാറിലേക്ക് കയറ്റി. ഒരു കാര്യം അവന്റെ അടുത്ത് പറയാണ്. എങ്ങനെയെങ്കിലും ടോണി ഈ അവസ്ഥയിലാക്കിയതിന് അവൾക്ക് കെല്ലിയുടെ അടുത്ത് പ്രതികാരം ചെയ്യണം. അതിനൊരു വഴി അവൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് അവന്റെ വീക്ക്നെസ് ആണ്. നേരത്തെ ആ സെമിത്തേരിയിൽ നിന്നും ആ ഇല കഴിച്ചപ്പം അവൻ വല്ലാതെ ഛർദ്ദിച്ചല്ലോ. അപ്പൊ ആ ഇലയാണ് അവന്റെ വീക്ക്നെസ് എന്ന കാര്യം അവൾ ഇപ്പൊ നെൽസന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഇവർ ഈ സംസാരിക്കുന്നൊക്കെ കുറച്ച് അപ്പുറത്തു നിന്നും കെല്ലിയും കാണുന്നുണ്ട്. പക്ഷെ എന്താണ് സംസാരിക്കുന്നത് എന്നവൻ കേൾക്കുന്നില്ല. അങ്ങനെ ആ സംസാരത്തിന് ശേഷം നെൽസനും സാറയും നേരെ പോകുന്നത് ആ ഫ്ലൂഗറിന്റെ കല്ലറയുടെ അടുത്തേക്കാണ്. എന്നിട്ട് അവിടെ നിന്നും കുറെ ഇലകളൊക്കെ കളക്ട് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായി ഇപ്പൊ ആ റെഡൽക്കും അഡ്ലറും കൂടെ നേരെ ഫ്ലൂഗറിന്റെ കല്ലറയുടെ അടുത്തേക്ക് വന്നു. ഒരു JCB ആയിട്ടാണ് അവർ വന്നത്. എന്നിട്ട് ആ JCB വെച്ചിട്ട് അവരെ കല്ലറ മൊത്തം മാന്തുകയാണ്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ തീർത്തതിന് ശേഷം അഡ്ലർ നേരെ പോകുന്നത് സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ്. ഇപ്പൊ നെൽസന്റെയും റീഡിന്റെ അച്ഛൻ റീഡിനെയും നെൽസനെ അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സ്കൂൾ അടച്ച സമയമാണ്, അതുകൊണ്ടാണ് വേറെ ആരും അവിടെ ഇല്ലാത്തത്. ഇപ്പൊ ഈ അഡ്ലർ ഇങ്ങോട്ട് വരാനുള്ള മെയിൻ കാരണം റീഡിനെയും നെൽസന് എന്തെങ്കിലും സംഭവിക്കോ എന്ന കാര്യത്തിലൊക്കെ ടെൻഷൻ ഉണ്ട്. അത് ഒഴിവാക്കാനാണ് അയാളുടെ ശ്രമം. എന്നാൽ ഈ സമയം തന്നെ കെല്ലി അങ്ങോട്ട് വന്നു. ആരും കാണാതെ അവൻ നെൽസന്റെ വണ്ടിയിലേക്ക് കയറി അവന്റെ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ആഡ്ലർ ആണെങ്കിൽ നെൽസന്റെയും റീഡിന്റെ അച്ഛന്റെ ട്രക്ക് പരിശോധിക്കുകയാണ്. ഈ ട്രക്ക് വെച്ചിട്ടാണ് അമ്മമാര് കെല്ലിയുടെ വീട് തകർത്തത്. ഇപ്പൊ ആ ട്രക്ക് പരിശോധിക്കുമ്പോൾ അതിന് പുറകിൽ നിന്നും അയാൾക്കൊരു ചങ്ങലയും കിട്ടി. അതിന്റെ ഇടയിൽ സ്റ്റക്കായി കിടക്കുന്ന ഒരു ചെറിയ കല്ലിന്റെ കഷ്ണവും കിട്ടി. അത് കാണുമ്പോൾ അയാൾക്ക് എന്തൊരു ഡൗട്ട് തോന്നി, ഇനി ഇവരാണോ കെല്ലിയുടെ വീട് തകർത്തതെന്ന്. അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി അയാൾ വേഗം അവരുടെ അടുത്തേക്ക് പോവാണ്. പക്ഷെ അവരെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നാണ് അവർ പറയുന്നത്. ഈ സമയം കെല്ലി ആണെങ്കിൽ ആ ബാഗ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും നെൽസന്റെ ഡ്രസ്സും കിട്ടി അവന്, പിന്നെ ഒരു ഡ്രില്ലറും കിട്ടി. അവൻ ആ ഡ്രില്ലർ എടുത്തിട്ട് അവന്മാരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് നെൽസന്റെ ആ ഡ്രസ്സിന്റെ ഭാഗം വിഴുങ്ങിയതിന് ശേഷം
മര്യാദയ്ക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ കൺഫ്യൂസ് ചെയ്തോ ഇല്ലെങ്കിൽ നിന്റെ പണി ഞാൻ തീർക്കും എന്നാണ് കെല്ലി പറയുന്നത്. എന്നാൽ നെൽസൺ അത് കേൾക്കുന്നില്ല. നെൽസൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ അവന്റെ ബാഗിൽ വെച്ചിരുന്ന ഒരു ഗ്യാസിന്റെ ടാങ്ക് എടുത്തു. ഈ ടാങ്കിനകത്തുള്ളത് അവൻ ആ സെമിത്തേരിയിൽ നിന്ന് എടുത്ത ആ ഇല കൊണ്ടുണ്ടാക്കിയ ഗ്യാസാണ്. അത് കാണുന്ന കെല്ലി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രില്ലർ എടുത്ത് അവന്റെ കാലിലേക്ക് തുളച്ചു കയറ്റി. അതോടുകൂടെ ആ നെൽസന്റെ കാല് മുറിയാൻ തുടങ്ങി. അവൻ താഴേക്ക് വീണു. അങ്ങനെ അവൻ പിന്നെയും അവന്റെ കാലിൽ തന്നെ ഇങ്ങനെ തുളച്ചുകൊണ്ടിരിക്കുകയാണ്. മര്യാദയ്ക്ക് എന്റെ അമ്മയെ കൊന്നത് നിങ്ങളാണെന്ന് കൺഫ്യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഒരിക്കലും നിർത്തത്തില്ല എന്നാണ് കെല്ലി പറയുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നെൽസന്റെ അച്ഛനിപ്പോൾ കെല്ലിയെ പിടിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നാൽ അപ്പോഴേക്കും പോലീസുകാരനെ അയാൾ പിടിച്ചു മാറ്റി. എന്നിട്ട് ആ പോലീസുകാരൻ കെല്ലിയുടെ അടുത്ത് പറയുന്നത്, നോക്ക് കെല്ലി, ഇതൊന്നും ചെയ്യുന്നത് നീയല്ല. ആ ഫ്ലോഗർ നിനക്ക് ആ ശക്തി തന്നിട്ടുള്ള കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷെ ആ ശക്തി നീ വിചാരിക്കുന്ന പോലെയല്ല. അത് അപകടമാണ്. അത് നിന്നെ തന്നെ ഇല്ലാതാക്കിയുള്ളൂ എന്നൊക്കെ അയാൾ പറഞ്ഞു. എന്നാൽ അവൻ കേൾക്കുന്നില്ല. അതിൽ ഈ സമയത്താണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഡൊമിനിക് കണ്ടുവരുന്നത്. അവൾ അവനോട് പറഞ്ഞപ്പം അവൻ ആ ഡ്രില്ലർ അവിടുന്ന് മാറ്റി. എന്നാൽ ഈ സമയം അവിടെ താഴെ വീണ് കിടക്കുന്ന നെൽസൺ എഴുന്നേറ്റിട്ട് ആ ഗ്യാസ് മൊത്തം അവന്റെ ദേഹത്തേക്ക് അടിക്കുകയാണ്. അങ്ങനെ ആ ഗ്യാസൊക്കെ അവന്റെ ശരീരത്തിലേക്ക് ആയി കഴിഞ്ഞപ്പം അവൻ വീക്കാവാൻ തുടങ്ങി. ഇതെല്ലാം കാണുമ്പോൾ നെൽസന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആഡ്ലറിന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി. എന്നിട്ട് അത് എടുത്തിട്ട് കെല്ലിയെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ആ ഗ്യാസിന്റെ എഫക്റ്റ് ഒക്കെ കഴിഞ്ഞ് അവൻ പഴയതുപോലെ തന്നെ പവർഫുള്ളായി. അതുകൊണ്ട് അയാൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ആ വെടി കൊള്ളുന്നത് അയാളുടെ തലക്കിട്ടും അതേപോലെ നെൽസന്റെ തലക്കിട്ടുമാണ്. അതിന് തുറന്ന് അവർ രണ്ടുപേരും മരിച്ചു. ഇതൊക്കെ കണ്ട് ഡൊമിനിക് ആണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അവളിപ്പോൾ പറയുന്നത്, കെല്ലി നീ ഇപ്പം മറ്റാരോ ആയി മാറിയിട്ടുണ്ട്. ഇതുപോലൊരു കെല്ലി എനിക്ക് ഒരിക്കലും സ്നേഹിക്കാൻ പറ്റത്തില്ല എന്നാണ്. അവൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അതവന് വല്ലാത്തൊരു വിഷമമായിരുന്നു. കാരണം ഇനി ഈ ലോകത്തിൽ അവൻ ആകെയുള്ളത് ഈ ഡൊമിനിക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ ഈ സമയത്താണ് ആഡ്ലർ ഒരു കാര്യം പറയുന്നത്. നിനക്കിനി രക്ഷപ്പെടണമെങ്കിൽ ആകെ ഒരൊറ്റ വഴിയുള്ളൂ. നിന്റെ ശക്തി ആ റെഡ് ഡൾക്കിന് തിരിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി വെച്ചിട്ടുണ്ട്. നീ അത് സമ്മതിച്ചാൽ മാത്രം മതി. അതേക്കുന്ന ഡൊമിനിക്കും അത് ശരിവെച്ചു. നീ നിന്റെ ശക്തി തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ പഴയ കെല്ലിയെ തിരിച്ചു കിട്ടും. അങ്ങനെ വരുമ്പോൾ എനിക്ക് പിന്നെയും നിന്നെ സ്നേഹിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഡൊമിനിക് പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രി ആഡ്ലർ ഇപ്പൊ കെല്ലിയും ഡൊമിനിക്കിനെ കൂട്ടിക്കൊണ്ടുവന്നത് ആ ഫ്ലോഗറിന്റെ കല്ലറയുടെ അടുത്തേക്കാണ്. റെഡ് ഡൾക്ക് അവിടെ ഉണ്ട്. അവരിപ്പം എന്തൊക്കെയോ ക്രിയകളൊക്കെ അവിടെ നടത്താൻ തുടങ്ങി. ആ റെഡ് ഡൾക്ക് അവിടെ നിന്ന് ഓരോരോ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ഇവർ അറിയിക്കാത്ത വേറെ ചില പോലീസുകാരും കൂടെ അങ്ങോട്ട് വരുന്നത്. പക്ഷെ അത് അവർ കാണുന്നില്ല. അങ്ങനെ അവർ ആ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കെല്ലിയുടെ ശരീരത്തിന് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. അവന്റെ ജീവൻ പോകുന്നുള്ള അവസ്ഥയായി. അതെല്ലാം കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇവന് തീരെ വയ്യല്ലോ. നിങ്ങൾ അവനെ കൊല്ലാനാണോ നോക്കുന്നത് എന്നൊക്കെ ഡൊമിനിക് ഇപ്പൊ റെഡ് ഡൾക്കിന്റെ അടുത്ത് ചോദിച്ചു. അത് കേൾക്കുമ്പോഴാണ് റെഡ് ഡൾക്ക് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ആ ശക്തി ഇപ്പം കെല്ലിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും മരിക്കും. അത് കേൾക്കുമ്പോൾ ഡൊമിനിക്കിനൊരു ഞെട്ടലായിരുന്നു. അവൾ ഉടനെ തന്നെ കെല്ലിയുടെ അടുത്ത് അവിടുന്ന് എഴുന്നേറ്റ് ഓടാനാണ് പറയുന്നത്. അങ്ങനെ അവളത് പറഞ്ഞു കഴിഞ്ഞതും അവൻ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. അവന്റെ പുറകിലായിട്ട് ഡൊമിനിക്കും. എന്നാൽ ഈ സമയത്താണ് അവിടെ നിൽക്കുന്ന പോലീസുകാർ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ ആ വെടി കൊള്ളുന്നത് കെല്ലിക്ക് മാത്രമല്ല ഡൊമിനിക്കിനും കൊണ്ടും. അവർ രണ്ടുപേരും ഇപ്പം ആ ഫ്ലോഗറിന്റെ കല്ലറയ്ക്കുള്ളിലേക്കാണ് വീഴുന്നത്. എന്നാൽ ആ വെടിയേറ്റ് കഴിഞ്ഞപ്പോൾ കെല്ലിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഡൊമിനിക്കിന്റെ അവസ്ഥ സീരിയസ് ആണ്. മരിക്കാൻ നേരത്ത് അവളിപ്പോ കെല്ലിയുടെ അടുത്ത് പറയുന്നത്, ഒരു കാരണവശാലും നീ നിന്റെ ശക്തി വിട്ടുകൊടുക്കരുതെന്നാണ്. അത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൾ മരിക്കുകയും ചെയ്തു. ഇതെല്ലാം കാണുമ്പോൾ കെല്ലിക്ക് അത് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. എല്ലാത്തിനും കാരണം ആ ശക്തിയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. ഇനി ഈ ശക്തി ആർക്കും കിട്ടാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ കിടക്കുന്ന ആ ഫ്ലോഗറിന്റെ ശരീരത്തിൽ നിന്നും അയാളുടെ ഇറച്ചിയൊക്കെ എടുത്തിട്ട് വിഴുങ്ങാണ്. അങ്ങനെ അത് കഴിച്ചു കഴിയുമ്പോൾ അവന്റെ മുഖത്തിനൊക്കെ മാറ്റം വരാൻ തുടങ്ങി. ഒരു വല്ലാത്ത രൂപത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അവൻ. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ കെല്ലി മരിച്ചു വീഴുകയും ചെയ്തു. ഇതെല്ലാം കണ്ട ആഡ്ലർ ആണെങ്കിൽ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. അപ്പൊ ആ ശക്തി അങ്ങോട്ട് പോയി എന്നാണ് അയാൾ ഇപ്പൊ റെഡ് ഡൾക്കിന്റെ അടുത്ത് ചോദിക്കുന്നത്. അതേക്കുന്ന റെഡ് ഡൾക്ക് പറയുന്നത് അത് ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ കെല്ലിയുടെയും ഡൊമിനിക്കിന്റെ ശരീരം ഒരു ആംബുലൻസ് കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോലീസുകാരൻ ഇപ്പൊ അവരുടെ ബോഡികളുടെ അടുത്തിരിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ഡൊമിനിക് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. അതെ, കെല്ലി മരിക്കുന്ന സമയത്ത് ആക്സിഡന്റലി ആ ശക്തി അവളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. എഴുന്നേറ്റ് ഉടനെ തന്നെ അവളുടെ ശരീരത്തിലുള്ള മുറിവുകളൊക്കെ മായാനും തുടങ്ങി. ഇതൊക്കെ കണ്ട ആ പോലീസുകാരനാണെങ്കിൽ ശരിക്കും അന്തം വിട്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.